ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് 23,421 എന്ന ഒരു ലെവലിൽ നിന്നാണ്. അതിനുശേഷം അത് താഴോട്ടേക്കും മുകളിലോട്ടും മാറി മാറി സഞ്ചരിച്ച് ഒരു സമയത്ത് 23,426 എന്ന ലെവലിലെത്തി. പിന്നീട് ഒരു സമയത്ത് 22,976 എന്നുള്ള അപകടകരമായ ലെവലിലെത്തി. ഏറ്റവും ഒടുവിൽ എല്ലാ ഈ വാലൻ്റ് ആയിട്ടുള്ള ഈ റോളർ കോസ്റ്റർ റൈഡൊക്കെ കഴിഞ്ഞിട്ട് അവസാനം 23,000 മുകളിൽ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ 23,045 ഏറ്റവും ഒടുവിൽ ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ഈ ഒരു മാരകമായ ഈ ഒരു വളറ്റിലിറ്റിക്ക് കാരണമായിട്ട് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്നത്തെ ആ ഒരു ഇനോഗ്രൽ സെറിമണി തന്നെയാണ് പ്രധാന കാരണമായത് എന്ന് മനസ്സിലാക്കാം. കാരണം ട്രേഡ് പോളിസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾ അത് വളരെയധികം അനിശ്ചിതത്വം മാർക്കറ്റിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാനഡ, മെക്സിക്കോ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഹയർ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇത് കൂടാതെ പല രാജ്യങ്ങളുടെ പേരുകളും പറയാൻ തുടങ്ങി. അങ്ങനെ അതിൽ ഇന്ത്യയുടെ പേരും വരാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ അത് വേൾഡ് വൈഡ് മാർക്കറ്റിൽ തന്നെ ഒരു വലിയ ആശങ്ക സൃഷ്ടിച്ചു. ഇതുകൂടാതെ പുതിയ ഇമിഗ്രേഷൻ പോളിസികൾ അതും ഇന്ത്യയുടെ ഈ ഒരു ടെക്നോളജി സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളെ ബാധിക്കാൻ പോകുന്ന തരത്തിലുള്ള പോളിസികളാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെ അനിശ്ചിതത്വം നിറഞ്ഞ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകളും അത് സൃഷ്ടിച്ച പ്രശ്നങ്ങളും കൂടാതെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം കോഷ്യസ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം 2025 യൂണിയൻ ബഡ്ജറ്റ് വരാൻ പോകുന്ന ഫെബ്രുവരി 1 ആ ഒരു ബഡ്ജറ്റിൽ കൺസപ്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്യുക, അതുപോലെ റൂറൽ സെക്ടർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഇൻഫ്ലേഷൻ കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സെക്ടറാണ്. അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ആശങ്കകൾ ഇൻവെസ്റ്റേഴ്സിനുണ്ട്. കൂടാതെ മാനുഫാക്ചറിങ് അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള കാപ്പെക്സുമായി ബന്ധപ്പെട്ട അലോക്കേഷൻ എത്രമാത്രം ഉണ്ടാകും എന്നുള്ള ഒട്ടേറെ ആശങ്കകൾക്കിടയിലാണ് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റും നിൽക്കുന്നത്. അതുകൂടാതെ ഈ ഏറ്റവും ഒടുവിൽ വന്നുകൊണ്ടിരിക്കുന്ന Q3 ഏർണിങ്സ് അല്ലെങ്കിൽ Q3 റിസൾട്ടുകൾ അത് സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പല റിസൾട്ടുകളും ഇംപ്രസീവ് അല്ല. Q3 ഏർണിങ്സ് അത്ര തകർപ്പനാകുമെന്ന് പൊതുവെ സ്ട്രീറ്റ് പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും അത് ഇത്രമാത്രം മിക്സഡ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് വരിക എന്ന് പൊതുവെ കരുതിയിരുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതും മാർക്കറ്റിൽ മൊത്തത്തിലൊരു ഡിസപ്പോയിൻമെൻറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഇപ്പോൾ മാർക്കറ്റിനെ ഭരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ മാർക്കറ്റിൻ്റെ ജനറൽ ട്രെൻഡ് എങ്ങോട്ടായാലും അല്ലെങ്കിൽ ഗ്ലോബൽ ക്യൂസും ഡൊമസ്റ്റിക് ക്യൂസും എന്തായാലും ആത്യന്തികമായിട്ട് സ്റ്റോക്കുകളുടെ മൊമെൻറ്റം നിലനിൽക്കണമെങ്കിൽ ആ സ്റ്റോക്കുകൾ ഏർണിങ്സ് വർദ്ധിക്കണം, സ്റ്റോക്കിൻ്റെ ബിസിനസ് പെർഫോമൻസ് നന്നായിട്ട് വരണം. അത്തരം സ്റ്റോക്കുകൾ താൽക്കാലികമായിട്ട് താഴോട്ടേക്ക് പോയാലും നമുക്കറിയാം ആത്യന്തികമായിട്ട് അത് മുകളിലേക്ക് തന്നെ അനുകൂലമായ സാഹചര്യങ്ങളിൽ തിരിച്ചു വരുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏർണിങ്സിലായിരുന്നു. അപ്പോൾ ഇതുവരെ റിസൾട്ട് പ്രഖ്യാപിച്ച സ്റ്റോക്കുകളിൽ താരതമ്യേന ഇംപ്രസീവായിട്ടുള്ള റിസൾട്ട് വന്ന 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ് ആണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഹോട്ടൽ ചെയിൻ ലക്ഷറി ഹോട്ടൽസ് അതുപോലെ ബഡ്ജറ്റ് ഹോട്ടൽസ് തുടങ്ങിയുള്ള പ്രീമിയർ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലുള്ള ഡൈവേഴ്സിഫൈഡ് പ്രോപ്പർട്ടീസ് റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ്. ഏകദേശം 12ഓളം രാജ്യങ്ങളിൽ 100ഓളം സിറ്റികളിൽ പടർന്നു കിടക്കുന്ന ഹോട്ടൽ ശൃംഖലയാണ് ഈ ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ ഹോട്ടലുകൾ. ഒടുവിൽ വന്ന റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 29% വമ്പിച്ച വർധനമാണ്. അതുപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 28% വമ്പിച്ച ഒരു വർധനവുണ്ട്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 38% വർധനവുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 8% വർധനവുമുണ്ട്. മൊത്തത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനിയുടേത്. എന്നാൽ നമുക്ക് കാണാൻ കഴിയും നിലവിൽ അതിൻ്റെ PE റേഷ്യോ 69.3 ആണ്. ഇൻഡസ്ട്രി PE 39.6 ആണ്. ഹയർ വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ സ്റ്റോക്ക് വാങ്ങുക എന്നത് അബദ്ധമായിരിക്കും. എങ്കിലും ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു ബൈങ് റേഞ്ച് എപ്പോൾ വരും എന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ആ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വരുന്നത് 716 എന്നുള്ള ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട്. എന്നാൽ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ സ്റ്റോക്കിൽ നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ PE കുറച്ചുകൂടി ഇൻഡസ്ട്രി PEയോട് അടുത്ത് വരുന്ന ഒരു സമയം വരെ കാത്തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും നല്ല വിധത്തിലുള്ള റിസൾട്ടുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമതായിട്ട് ഏറ്റവും തകർപ്പ് റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി HDFC AMC ആണ്. ഫണ്ട് മാനേജ്മെൻറ്റ് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഹൈ AUM ഉള്ള പല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും റൺ ചെയ്യുന്നുണ്ട്. നിലവിൽ ഏറ്റവും അധികം AUM കൈകാര്യം ചെയ്യുന്ന
HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്നുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഈ ഒരു HDFC AMCയുടേതാണ്. അപ്പോൾ ഈ ഒരു കമ്പനി സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. ഈ കമ്പനിയുടെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 39% വമ്പിച്ച വർധനമാണ്. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിലും 31% വമ്പിച്ച വർധനമാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 5% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 11% വർധനവും നമുക്ക് കാണാൻ കഴിയും. ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 36.5 എന്നുള്ള ലെവലിലാണ്. ഇൻഡസ്ട്രി PE 21.8 അപ്പോൾ അതിലും അധികമായിട്ടാണ് ഇതിൻ്റെ PE നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതും ഒരു ഓവർ വാല്യൂഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 3500 എന്നുള്ള ലെവല് ഇതിൻ്റെ ഒരു നല്ലൊരു ബൈങ് റേഞ്ച് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് അത്തരം ഒരു ലെവലിലൊക്കെ എത്തുമ്പോൾ ബൈ ചെയ്യാൻ ആലോചിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് HDFC AMC. അടുത്ത ഒരു സ്റ്റോക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. ഇതൊരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. മഹാരാഷ്ട്രയിലെ പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കാണിത്. ഈ ബാങ്കിങ് സർവീസസ് കൂടാതെ ട്രഷറി, കോർപ്പറേറ്റ്, ഹോൾസെയിൽ ബാങ്കിങ്, റീറ്റെയിൽ ബാങ്കിങ് കൂടാതെ മറ്റ് എല്ലാ ബാങ്കിങ് ഓപ്പറേഷൻസിലുമുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 22% വർധനമാണ്. അതുപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 35% വർധനമാണ്. കൂടാതെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 5% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 5% വർധനവും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറിൽ പൊതുവെ കാണുന്ന ഒരു ഡൗൺ ട്രെൻഡിനെ മറികടന്നുകൊണ്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 7.49 ആണ്. ഇൻഡസ്ട്രി PE 9.08 ആണ്. ഇൻഡസ്ട്രി PEയേക്കാൾ താഴെ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും നിലവിൽ ഇതിൻ്റെ ഈ സപ്പോർട്ട് ലെവലിൽ നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു ബൈങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 48 എന്നുള്ള നല്ലൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ലോങ് ടേം ഹോൾഡ് ചെയ്യാൻ വേണ്ടി അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. അടുത്ത സ്റ്റോക്ക് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇവർ പവർ, ഫർണസ്, റെക്ടിഫയർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ മാനുഫാക്ചേഴ്സ് ആണ്. അപ്പോൾ ഇവർ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഈ പറയുന്ന സ്വിച്ച് ഗിയേഴ്സും റെക്ടിഫയേഴ്സും ട്രാൻസ്ഫോമേഴ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി കൂടിയാണ്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ട്രാൻസ്ഫോമർ മാനുഫാക്ചറിങ് കമ്പനിയാണ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് അഥവാ TRIL എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാർട്ടർലി റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 51% വമ്പിച്ച ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ കാണാം. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 252% തകർപ്പൻ റിട്ടേൺ ആണ് കാണുന്നത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 21% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 20% വർധനവും ഈ സ്റ്റോക്കിലുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 97 എന്നുള്ള ഹൈ PEയിലാണ്. ഇൻഡസ്ട്രി PEയും വളരെ ഹൈ ആണ്, 63.2 ആണ്. പക്ഷേ എങ്കിലും ഇൻഡസ്ട്രി PEയേക്കാൾ എത്ര ഉയരത്തിലാണ് സ്റ്റോക്കിൻ്റെ PE. ഈ സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 862 എന്നുള്ള ഒരു ലെവലിൽ ഈ സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു ബൈങ് റേഞ്ച് ആയിട്ട് കാണാവുന്നതാണ്. നിലവിൽ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നത് അപകടകരമാണെന്ന് തോന്നുന്നു. ബൈങ് റേഞ്ചിൽ എത്തുന്നത് വരെ കാത്തിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് തോന്നുന്നു. അഞ്ചാമതായിട്ട് നമ്മുടെ സ്റ്റോക്ക് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ എന്ന് പറയുന്ന സോളാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അവിടെ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ ഈ 3 മേഖലയിലും സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, കൂടാതെ സോളാർ പവർ പ്രൊജക്റ്റുകൾക്ക് ഓപ്പറേഷൻസും മെയിൻ്റനൻസും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത, ഈ അടുത്ത കാലത്ത് റിലയൻസ് ഈ കമ്പനിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റിലയൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഈ സ്റ്റോക്കിൽ വലിയൊരു റാലി നടന്നത്. ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ടും നന്നായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 215% വമ്പിച്ച വർധനമാണ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. അതുപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിലും 124% തകർപ്പൻ മുന്നേറ്റമാണ് കാണുന്നത്. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസ് നോക്കി കഴിഞ്ഞാൽ 78% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 100% വർധനവും കാണാം. ഈ സ്റ്റോക്കിൻ്റെ PE വളരെ ഉയരത്തിൽ 330 എന്ന PEയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 33 മാത്രമാണ്. ഇൻഡസ്ട്രി PEയേക്കാൾ 10 ഇരട്ടി അധികമാണ് സ്റ്റോക്കിൻ്റെ PE. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഹൈയിൽ നിന്നും 53% ഈ സ്റ്റോക്ക് നിലവിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രമാത്രം കറക്റ്റ് ചെയ്തിട്ടും ഇതിൻ്റെ PE 300 മുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയും ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യാറുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ടിൽ ഇപ്പോൾ ഇത് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലിലാണ് നിലവിൽ ഇതിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. പക്ഷേ ഇതൊരു ഹൈ PEയിലുള്ള ഒരു സപ്പോർട്ട് ലെവൽ ആയതുകൊണ്ട് തന്നെ ഈ ലെവൽ അപകടകരമായിട്ടാണ് തോന്നുന്നത്. ഇതിനും താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഏകദേശം 260 എന്നുള്ള ലെവല് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് കാണുന്നു. അപ്പോൾ ആ ലെവലിലൊക്കെ ഈ സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 5 നല്ല റിസൾട്ട് കാഴ്ചവെച്ച സ്റ്റോക്കുകളെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റോക്കുകളൊക്കെ ഇപ്പോൾ ഒരു ബൈങ് ലെവലിലല്ല ഉള്ളത്. കാരണം ഇതിൻ്റെ ഹൈ റിസൾട്ട് കാരണം ഇതൊക്കെ ഹൈ PEയിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ ബിസിനസ് ഗ്രോത്ത് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് ഷോർട്ട് ടേമിൽ ഏതെങ്കിലും വിധത്തിലുള്ള
മാക്രോ എക്കണോമിക് കണ്ടീഷൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്കുകൾ താഴോട്ടേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്റ്റോക്കുകളിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.